വാർത്തകളിലേക്ക് വിശദമായി. കൊച്ചി പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിന്റെ മൃതദേഹം വലിച്ചെറിഞ്ഞ നിലയിൽ നടുറോഡിൽ പാഴ്സൽ കവറിനൊപ്പമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫ്ളാറ്റിൽ നിന്ന് എറിയുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ 3-അംഗ കുടുംബത്തെ ചോദ്യം ചെയ്യുന്നു. പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. വിവരങ്ങളുമായി AT അശ്വതി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അശ്വതി, കണ്ണില്ലാത്ത നടുക്കുന്ന ക്രൂരത എങ്ങനെ വിശേഷിപ്പിക്കണം എന്നറിയില്ല. എങ്കിൽ പോലും ഈ സംഭവത്തിലേക്ക്, അതായത് ആരാണ് ഈ മൃതദേഹം ആദ്യം കണ്ടത്, ഇത് എവിടെയാണ്? കൊച്ചി പോലൊരു നഗരത്തിൽ, പനമ്പിള്ളി നഗർ പോലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് പോലീസിലേക്ക് ഈ വിവരം എത്തിയത്? ലിബീഷ്, ഏകദേശം 8 മണിയോട് കൂടിയാണ്, 8 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് 7:45 കൂടിയായിരിക്കണം ഈ മൃതദേഹം പൊതിഞ്ഞ ഈ ഫ്ലാറ്റിൽ നിന്ന്, എനിക്ക് മുന്നിൽ കാണുന്ന ഈ ഫ്ലാറ്റാണ്, ഇവിടെ നിന്നാണ് ഈ മൃതദേഹം താഴേക്ക് എറിഞ്ഞിട്ടുള്ളത്. ഈ റോട്ടിലാണ് ഈ മൃതദേഹം കിടന്നിട്ടുള്ളത്. അത് ഒരു പാഴ്സൽ കവറിൽ പൊതിഞ്ഞ് ഈ മൃതദേഹം എറിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ദൃശ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഒക്കെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് താഴേക്ക് എറിയുകയും ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഡ്രൈവർ, അദ്ദേഹം വണ്ടിയുമായി വരുന്ന സമയത്ത് അദ്ദേഹം ഇത് കാണുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫ്ലാറ്റുണ്ട്, അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനെ ഇത് അറിയിക്കുകയും അവിടെയുള്ള പിന്നീട് ആളുകൾ ഇവിടേക്ക് വന്ന് ഈ മൃതദേഹം ഒരു തുണി ഉപയോഗിച്ച് പൊതിയുകയുമാണ് ചെയ്തത്. പിന്നീടാണ് പോലീസ് ഇവിടെ എത്തുകയും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. അത് വളരെയധികം നേരം വെളുത്തതിന് ശേഷം ഉണ്ടായൊരു സംഭവമായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പോലീസിന് എളുപ്പത്തിൽ ഈ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഫ്ലാറ്റിലുള്ള 5C 5-ാം നിലയിലുള്ള ഒരു ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അവിടെ താമസിക്കുന്ന അച്ഛനും അമ്മയും മകളും അടങ്ങുന്ന കുടുംബത്തിനെ കേന്ദ്രീകരിച്ചാണ് അവരുടെ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റ് ഔദ്യോഗികമായ വിശദീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിലവിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരമനുസരിച്ച് ഈ 3-അംഗ കുടുംബത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒപ്പം തന്നെ ചോദ്യം ചെയ്യലുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ്. ഈ എറിഞ്ഞതിന് ശേഷം, അതായത് എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ അതോ കൊലപ്പെടുത്തിയതിന് ശേഷം ഇങ്ങ് താഴേക്ക് എറിയുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും മറ്റുമായിരിക്കും ശാസ്ത്രീയമായ ഒരു വിശദീകരണം ഉണ്ടാവുക. എന്തായാലും നിലവിൽ ഈ കാര്യങ്ങളുടെ തെളിവെടുപ്പുകളും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. മറ്റ് ഫ്ലാറ്റിൽ ഉള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ വിശദമായ ഒരു അന്വേഷണം നടക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നും ഈ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റും. എന്തായാലും നിരവധി, അതായത് ഈ ഒരു സംഭവം ഉണ്ടായി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്നെ, അതായത് വെറും 2 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളിലേക്ക് എത്താനായിട്ട് സാധിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല ഇതിൽ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ തന്നെ അന്വേഷണം നടന്നിട്ടുള്ളത്. ഈ ഫ്ലാറ്റിൽ 3 എണ്ണം ഒഴിഞ്ഞു കിടക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പുറത്തുനിന്ന് വന്ന ആളുകളാണോ എന്നൊരു സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നു. ഒപ്പം തന്നെ CCTVയിൽ നിന്ന് വ്യക്തമായ വിശദാംശങ്ങളുടെയും ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മറ്റ് അന്വേഷണത്തിലേക്ക് കടന്നത്. ഫ്ലാറ്റിലെ എല്ലാവരും തന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എല്ലാവരെയും ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവിടെ നിന്നുള്ള വിശദാംശങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും ഈ അച്ഛനും അമ്മയും മകളും അടങ്ങിയ കുടുംബത്തിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചോദ്യം നടന്നിട്ടുള്ളത്. അവർ തന്നെയാണ് പ്രതികൾ എന്ന് ഏകദേശം നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഔദ്യോഗികമായൊരു വിശദീകരണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതെന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാകണം. അതിലേക്കാണ് ഒരു ഔദ്യോഗിക വിശദീകരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കാത്തു നിൽക്കുന്നത്. എന്തായാലും ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ അധികം CCTV ക്യാമറകളോ മറ്റും ഇല്ല എന്നാണ് നമ്മൾ ഇവിടെ നിന്നും മനസ്സിലാക്കുന്നത്. ഇവിടെ ഉള്ള ഒരു ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യത്തിൽ നിന്നാണ് ഇത് വളരെ വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഒപ്പം തന്നെ ഏറ്റവും രാവിലെ എന്ന് പറയുന്ന 6 മണി 7 മണി സമയത്തല്ല ഈ സംഭവം ഉണ്ടായത്. 7:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു 8 മണിക്ക് ശേഷം തന്നെ ആളുകളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. താഴത്തേക്ക് മൃതദേഹം വന്ന് വീഴുന്നതൊക്കെ. ഒരു നിമിഷം ഒന്ന് തുടരുക. നമുക്കൊരു ദൃക്സാക്ഷിയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്കൊന്ന് പോകാം. ആൺകുട്ടി വെറുതെ മലന്നടിച്ചിങ്ങനെ കിടക്കണം. അവശിഷ്ടങ്ങൾ ഒരു സൈഡിൽ ഒരു കവറുണ്ടായിരുന്നു, കൊരിയറിൻ്റെ കവർ ഉണ്ടായിരുന്നു. അതിപ്പോൾ അതിനകത്തുണ്ട്. വേറൊരു കവറില്ലെങ്കിൽ അവിടെ സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ
അതൊരു ഡൗട്ടുണ്ട്. ആ കവർ പൊട്ടിപ്പോയിട്ട് അവരവിടെ നിന്ന് ഇങ്ങോട്ട് എറിഞ്ഞതാണെന്ന് ഒരു ഡൗട്ടൊക്കെ പറയുന്നുണ്ട്. എറിഞ്ഞ പോലെയാണ് കിടന്നത്. വെറുതെ സാധാരണ കിടക്കണം. കണ്ട ബോഡിക്ക് കേടുപാടുകളൊക്കെ ഒന്നുമില്ല.